ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വെൽവെറ്റ് കേക്ക്സ് എല്ലാം തയ്യാറാക്കാനായിട്ട് നമ്മൾ ബട്ടർ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 60 ml പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് 3 വട്ടം അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 120 ഗ്രാം മൈദ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് 1/2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്തിട്ട് 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 120 ഗ്രാം പഞ്ചസാരയുടെ പകുതിയോളം അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ നല്ല ചൂടായ വെള്ളത്തിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ നമ്മൾ ഈ ചൂട് വെള്ളത്തിൻ്റെ മീതേക്കാണല്ലോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മുട്ട പെട്ടെന്ന് വേവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലേ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിലേക്ക് ചേർത്ത പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴേക്ക് ഈ മുട്ടയുടെ മിക്സിന് ചെറിയൊരു ചൂടുണ്ടാവും. ആ ഒരു ചൂടാവുന്നത് വരെ ഇതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ് മാറ്റി വെച്ചിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യണതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, എഗ്ഗ് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് വരുന്നുണ്ട്. സാധാരണ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല തിക്കായിട്ട് തന്നെ ബീറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുട്ടയും പഞ്ചസാരയും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് അധികം ഉണ്ടാവുകയും ഇല്ല. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പകുതി പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പഞ്ചസാര ഇത് ഏകദേശം ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മുട്ടയുടെ കൂട്ട് നല്ല തിക്കായിട്ട്, നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് നന്നായിട്ട് ബീറ്റായിട്ട് നല്ല വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ബീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും തിക്നെസ്സിൽ കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചൂടാക്കിയിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും നല്ല തിക്നെസ്സിൽ കിട്ടുള്ളൂ. ശരിക്കും നമ്മൾ എഗ് വൈറ്റ് മാത്രമായിട്ട് പതപ്പിച്ചെടുക്കല്ലേ, ആ ഒരു കട്ടിയിൽ തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് തയ്യാറാക്കിയ ബട്ടർ മിൽക്കിലേക്ക് ബ്ലൂ ജെൽ കളർ ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനേക്കാളും കൂടുതൽ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം കളർ ചേർക്കുന്നില്ല. ഈ ബട്ടർ മിൽക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്നെസ്സോട് കൂടിയ ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. പിരിഞ്ഞിരിക്കാത്ത രീതിയിലുള്ള ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓയിൽ നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബേക്കറി സ്റ്റൈലിലുള്ള കേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ബട്ടർ എസൻസും മിൽക്ക് എസൻസും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബട്ടർ എസൻസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 125 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഇതുപോലത്തെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കറക്കി കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലോ വെച്ചിട്ട് ഈസി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 35 മിനിറ്റ് കേക്ക് ബേക്കാവാനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്കിത് ക്രംസ് തയ്യാറാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കേക്ക് ബേസിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുത്താലേ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഫസ്റ്റ് ലെയറിലേക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സും നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഓരോ ലെയറിലേക്ക് ക്രീം വെച്ച് കൊടുക്കുമ്പോഴും ഞാൻ അതിൻ്റെ സൈഡിൽ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയറാക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ലെയേഴ്സും നമുക്കിതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തും കൊടുക്കണം. സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും എയർ ഹോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രീം വെച്ച് തേച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഡെക്കറേഷനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ക്രംസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ള് തൂവി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഗ്രീൻ കളറായിട്ട് തോന്നും, പക്ഷേ അത് ക്യാമറയുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ. ഗ്രീൻ കളറല്ല, ബ്ലൂ കളർ തന്നെയാണ്. അപ്പോൾ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ഈ ഒരു കളറ് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. സാധാരണ ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂ വെൽവെറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ബ്ലൂ വെൽവെറ്റ് കേക്കും ഇഷ്ടവും. കാരണം കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കേക്കായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്